എല്ലാവരും ഭയങ്കര പാനിക്കായി അന്വേഷിച്ച് പോലീസിലൊക്കെ അറിയിച്ച് ഭയങ്കര സെർച്ചിങ് ഒക്കെ നടന്നിട്ട് ഒരാണായി ജനിച്ചാൽ മതിയായിരുന്നു. ഇല്ല മറക്കൂല കേട്ടോ. ചില ആൾക്കാരുണ്ട് കേട്ടോ അത് മുതലെടുക്കുന്നേ. എൻ്റെ ബോയ്സിന്റെ ലൈഫ് ഈസിയാണ് അങ്ങനെയല്ല കേട്ടോ പറയുന്നേ. 17 years അങ്ങനെ ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഒരിക്കലും ഒരു സംഭവം ഇല്ല. ഹലോ ഗായ്സ്, വെൽക്കം ടു സ്റ്റെപ്സ് ആൻഡ് സ്റ്റോറീസ്. കുറേ നാളിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. കാരണം വേറെ ഒന്നുമല്ല, മടി തന്നെ. ഇൻട്രസ്റ്റ് വരുമ്പോൾ മാത്രം പോയിട്ട് വീഡിയോ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കൂല, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു Q&A ചെയ്യാമെന്ന്. അപ്പം ഞാൻ NGLൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയ്ക്കകത്ത്. അതാകുമ്പോൾ അനോണിമസ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമല്ലോ, അത് കുറച്ചുകൂടെ ത്രില്ലല്ലേ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. സോ എല്ലാവരും ഫുള്ള് കാണണം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എല്ലാം ചെയ്ത് സെറ്റാക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഡു യു ലവ് ആംഗ്ലറ്റ്? ആംഗ്ലറ്റ്സ് എനിക്കിഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് ലൈക്ക് ഡ്രസ്സിനനുസരിച്ചിരിക്കും. ട്രഡീഷണൽ വെയർസ് ആണെന്നുണ്ടെങ്കിൽ ആംഗ്ലറ്റ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഭയങ്കര സിമ്പിളായിട്ടുള്ള, എൻ്റെ കാലം കാണിച്ചു തരാനും പറ്റില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള നേരിയതായിട്ടുള്ള ആംഗ്ലറ്റ്. പക്ഷെ ചില സമയത്ത് എനിക്ക് ചെന്നൈയിലൊക്കെ ഉണ്ടായ സമയത്ത് അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ കാലിന് കാണില്ലേ തടിയായിട്ട് നല്ല ഡിസൈനൊക്കെ ആയിട്ടുള്ള. അപ്പം ചില സമയത്ത് ഈ ഷൂട്ടൊക്കെ ചെയ്യണ സമയത്ത് ധാവണിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ചില സമയത്ത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് സോങ് ഡു യു ലിസൺ ടു ദ മോസ്റ്റ്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ സോങ്സ് എന്ന് പറയുമ്പം ലൈക്ക് സിറ്റുവേഷൻസിനനുസരിച്ചിട്ടായിരിക്കും പാട്ട്. പക്ഷെ എന്നാലും മിക്ക ടൈമിലും ഡൗൺ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രത്യേകിച്ച് പാട്ടിട്ട് കരയാൻ വേണ്ടിയിട്ട് പാട്ടിട്ടിട്ട് കേൾക്കുന്ന ആളാണ് ഞാൻ. അതിൽ പെട്ടിട്ടുള്ള പാട്ടാണ് പാപ്പാ പാട്ട് എന്നൊക്കെ, വാ വെണ്ണിലാവേ, അത് പിന്നെ കുറേ ഉണ്ട്, മനസ്സിൻ മടിയിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ എന്നാലും സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും പാട്ട് കേൾക്കുന്നത്. ഇപ്പൊക്കെ ഫുൾ വൈബ് അങ്ങനെയൊക്കെയുള്ള സോങ്സ് ആയിരിക്കും കേൾക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വാസ് ടോൾ പീപ്പിൾ ആർ ക്രഷിങ് ഓൺ യു. ഇത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഇങ്ങനെ ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഫസ്റ്റിലേ പറഞ്ഞു ഇത് അനോണിമസ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റൂല ഇത് ആരാണെന്ന്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ കാണുള്ളൂ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഡു യു ഹാവ് എനി പിയേഴ്സിങ്സ്? യെസ് ഐ ഡു. എനിക്കൊരു സെക്കൻഡ് സ്റ്റഡ് ഉണ്ടായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. സെക്കൻഡ് സ്റ്റഡ് ഇത്ര ദിവസം വരെ സെക്കൻഡ് സ്റ്റഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 2-3 ഡേയ്സ് ബാക്ക് എനിക്ക് 2-3 ഡേയ്സ് ബാക്ക് ഞാൻ സെക്കൻഡ് സ്റ്റഡ് അഴിച്ചു. കമ്മലിട്ടത് അഴിച്ചു വെച്ചു. കാരണം എന്തോ ഇങ്ങനെ പൊട്ടിയിട്ട് പഴുത്ത് വരുന്നുണ്ടായി ഈ സൈഡിൽ. അപ്പോൾ എനിക്ക് കിടക്കാനും തിരിയാനും മറിയാനൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനത് അഴിച്ചു വെച്ചു. കാരണം എനിക്കൊരു പ്ലാൻ ഉണ്ട് ബുഗഡി പിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബുഗഡി മീൻസ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ആക്കില്ലേ, അങ്ങനെ പിയേഴ്സ് ചെയ്യണം എന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിനടഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് ഞാനത് അവിടെ അങ്ങനെ വിട്ടു. സത്യം പറഞ്ഞാൽ സ്റ്റഡ് ഇടാൻ മറന്നുപോയതാണ്, അത് അടഞ്ഞു പോയി അതിൻ്റെ ഇടയിൽ. പിന്നെ നോസും മൂക്കുത്തി ഉണ്ട്, സെക്കൻഡ് സ്റ്റഡ്, അത്രയേ ഉള്ളൂ. അടുത്തൊരു പിയേഴ്സിങ് ഇവിടെ കമ്മിങ് സൂൺ ആണ്. ഹൗ ഓൾഡ് ആർ യു അഗെയിൻ? ഈ കൊല്ലം സെപ്റ്റംബർ വന്നാൽ 23 ആവും. ഹൂ ഇസ് ദ ലാസ്റ്റ് പേഴ്സൺ യു ടെക്സ്റ്റഡ്? ലാസ്റ്റ് പേഴ്സൺ ടെക്സ്റ്റഡ് എന്ന് ചോദിച്ചാൽ ആശിഷ് ഏട്ടൻ എൻ്റെ ഒരു കസിനാണ് വിചാരിച്ചത്. ആശിഷ് ഏട്ടൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായി, റംസാൻ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഫുഡ് മേളയുടെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അത് കണ്ടിട്ട് ആശിഷ് ഏട്ടൻ ചോദിക്കുകയാണ് ഫുഡി ഫ്രം ബാംഗ്ലൂർ ആക്കിക്കൂടെയെന്ന്. ഇനിയിപ്പോൾ ഞാൻ ഫുഡി ഫ്രം ബാംഗ്ലൂർ ചെയ്താലുള്ള കുഴപ്പം എന്താ വെച്ചാൽ, മുന്നേ ഞാൻ കുറച്ചും കൂടെ മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പം നല്ല ഗുണ്ടുമണി ആയിട്ടുണ്ട്.
ഫുഡി ഫ്രം ബാംഗ്ലൂർ എന്നൊരു പേജ് ഞാൻ തുടങ്ങിയാൽ തന്നെ എപ്പോഴും നമ്മൾ ഫുഡിൻ്റെ വ്ളോഗ്സ് ചെയ്യണം. ഫുഡിൻ്റെ വ്ളോഗ് വെറുതെ പോയിട്ട് ചെയ്തിട്ട് വരാൻ പറ്റില്ല. നമ്മൾ തിന്നണമല്ലോ, തിന്നണനുസരിച്ച് തടിക്കുമല്ലോ. ഇവിടെ ശ്വാസം വലിച്ചാലും തടിക്കുന്ന ഒരു ഇതായിട്ടാണുള്ളത്. അതുകൊണ്ട് അത് കുറച്ച് റിസ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺലൈനായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നതിനോട് യുവർ ഒപ്പീനിയൻ. ഓൺലൈനായിട്ട് ഡാൻസ് പഠിക്കുന്നതിനോട് ഓക്കെ, എൻ്റെ ഒപ്പീനിയനിൽ ഓൺലൈനായിട്ട് ഡാൻസ്, പേഴ്സണലി എനിക്ക് ഓൺലൈനായിട്ട് ഒരു ഡാൻസ് ഫോം പഠിക്കുന്നത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ല. യെസ്, നമുക്ക് പഠിക്കാം. നമ്മളിപ്പം പല കാര്യങ്ങളും നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പം അധികവും നമുക്ക് കുറച്ചും കൂടി ഈസി ഓഫ്ലൈൻ, നമ്മൾ എവിടെയെങ്കിലും പോയി അങ്ങനെ ഓഫ്ലൈനായിട്ട് നമുക്ക് ഇത്തിരി കൂടി ഈസി ആവണത് എല്ലാം ഓൺലൈനിൽ പഠിക്കാനായിരിക്കും. പക്ഷേ ഡാൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഓഫ്ലൈൻ പഠിക്കുന്നതിനോടാണ് കുറച്ചുകൂടി ഇത്. കാരണം ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ അത്രയും അത് ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പഠിപ്പിച്ചു കൊടുക്കുന്ന ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഓക്കെ, എല്ലാവർക്കും ടീച്ച് ചെയ്യാനുള്ള ഇതുണ്ട്, പക്ഷേ ചിലവർക്ക് മാത്രമേ ഓൺലൈനിൽ കുട്ടികൾക്ക് അത് ഗ്രാസ്പ് ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഇതെല്ലാവർക്കും ചിലപ്പോൾ ഉണ്ട്. എല്ലാവരും നന്നായിട്ട് ടീച്ച് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി ഓരോ കുട്ടികളെയും ശ്രദ്ധിക്കണം, എല്ലാവർക്കും പ്രാക്ടീസ് കൊടുക്കണം, എല്ലാവർക്കും തിയറി കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് എല്ലാവരെയും ശ്രദ്ധിക്കാം, എല്ലാം നല്ല രീതിക്ക് ഓരോ ആൾക്കാരെയും ചെയ്യാം. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കുറച്ചും കൂടി കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനും നല്ല പറ്റുന്ന ടീച്ചേഴ്സാണ്, വെൽ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അവർക്ക് അതിന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കീഴിൽ ഓൺലൈൻ പഠിക്കുന്നത് നല്ലതായിരിക്കും. ബട്ട് അല്ലാത്തടത്തോളം ഇറ്റ്സ് ബെറ്റർ ടു ലേൺ ഓഫ്ലൈൻ ക്ലാസ്സസ്. ഭക്തി ഉണ്ടോ? ഭക്തിയുടെ കാര്യം കോമഡിയാണ്. കാരണം ഞാൻ ചെറുപ്പം മുതൽ ഭയങ്കര ഭക്തിക്കുട്ടിയായിരുന്നു. എന്താ പറയുക, ഭക്തി എന്ന് വെച്ചാൽ ആ ഒരു സമയത്തൊക്കെ നല്ല ഭക്തി കാര്യങ്ങൾ, അമ്പലത്തിൽ പോവുക വരിക, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ സന്ധ്യ ആകുമ്പം വിളക്ക് കത്തിക്കുക, പ്രാർത്ഥിക്കുക, നാമം ചൊല്ലുക, അങ്ങനെയൊക്കെ. പിന്നെ ലൈഫിൻ്റെ ഒരു പോയിന്റിലെത്തിയ സമയത്ത് ഭക്തി പോയി എന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ട് വിരോധി, ലൈക്ക് ഇങ്ങനെ ദേഷ്യം എന്ന് പറഞ്ഞാൽ ദൈവമേ എന്ന് വിളിക്കുന്ന കേൾക്കുമ്പം പോലും ആക്കണ പോലെ എനിക്ക് അങ്ങനെ ആയിട്ടുണ്ടായി. ബട്ട് അഗൈൻ ഇത് കേട്ടാൽ ചിലപ്പോൾ എൻ്റെ അമ്മയൊക്കെ ചിരിക്കുമായിരുന്നിട്ട്. ഇപ്പോൾ വീണ്ടും ലൈഫിൻ്റെ കുറേ സംഭവങ്ങളും അങ്ങനെയൊക്കെ ഇത് വെച്ചിട്ട് ഭക്തി കുറച്ചുകൂടെ ലൈക്ക് ആ ഒരു വിശ്വാസമില്ല. അൾട്ടിമേറ്റ്ലി ഇതാണ് എന്നുള്ള ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. സോ ഇപ്പം ലാസ്റ്റ് അതിൽ പിടിച്ച് നിന്നിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു ബോധം വന്നിട്ടുണ്ട്. സോ യെസ്, ഇപ്പം ഭക്തി ഉണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഭസ്മൊക്കെ തൊട്ടിരിക്കുന്നു ഞാൻ. ഭക്തിയാണ് കേട്ടോ, ഭക്തി മാർഗം എല്ലാവരും ഫോളോ ചെയ്തോളൂ. യു ആർ എ ഡാൻസർ, യു ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ട്, പിന്നെ എന്തിനാ പുതിയ കുക്കിംഗ് ചാനൽ തുടങ്ങിയത്? യെസ്, സംഭവം എന്താ വെച്ചാൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതായത് ഈ ചാനലിൽ സ്റ്റെപ്സ് ആൻഡ് സ്റ്റോറീസ് എന്നുള്ള ഈ ചാനൽ. ബട്ട് ഫസ്റ്റ് ഇതിൻ്റെ പേര് എൻ്റെ പേരിൽ സിംജന വിനോദ് എന്നുള്ള പേരിൽ ഡാൻസ് വീഡിയോസ് മാത്രം ചെയ്യുന്നതായിരുന്നു. ബട്ട് പിന്നീട് ഞാൻ അതിൻ്റെ പേര് മാറ്റി, ലൈക്ക് ഡാൻസ് മാത്രം ഫോക്കസ് ചെയ്യാതെ എനിക്ക് കുറച്ചുകൂടെ ലൈക്ക് ഇങ്ങനെ കുറച്ച് കൊസ്രാക്കൊള്ളി എന്ന് പറയുക, ഇങ്ങനെ ട്രാവലിങ് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ, കുറച്ച് വ്ളോഗ്സ് ഒക്കെ കയറ്റാമെന്നുള്ളതിനെ കൊണ്ട് ഞാൻ ഡാൻസ് മാത്രം ഫോക്കസ് ചെയ്യാതെ ഇതും കൂടി ആക്കിയിട്ട് ഇതിൻ്റെ പേരും കൂടെ ഒന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഉള്ള ഈ ചാനൽ. പിന്നെ എനിക്ക് കുറച്ചൊരു സൈഡായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സാധനമാണ് കുക്കിംഗ്. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഒരു ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്, മുട്ട പോലും പൊരിക്കാത്ത ആളാണ് ഞാൻ. ശരിയാണ്, വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടാവുന്ന സമയത്തൊന്നും ചെയ്യൂല. ബട്ട് ഇതുപോലെ ഞാനിപ്പോൾ ബാംഗ്ലൂരാണ്, ഇവിടെ നിൽക്കണൊക്കെ സമയത്ത് അല്ലെങ്കിൽ ചെന്നൈയിലുണ്ടായ സമയത്താണെങ്കിൽ പോലും കുക്കിംഗ് തുടങ്ങിയാൽ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളതാണ്. അപ്പം എനിക്ക് ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഓരോരോ സാധനങ്ങളും അങ്ങനെ എന്നിട്ട് നല്ല വൃത്തിക്ക് ചെയ്യുക, ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരുപാട് കുക്കിംഗ് വീഡിയോസ്, റെസിപ്പി വീഡിയോസ്, കുക്കിംഗ് ചാനൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇപ്പം എല്ലാവരും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, കാരണം പഴയ സാധനങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷനായി. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടെ, എന്തായാലും കുക്ക് ചെയ്ത് ഡെയിലി ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ചാനലിലൂടെ ആക്കിയിട്ട്
എനിക്കറിയാവുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്നത് അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ സെക്കൻഡ് ചാനലാക്കിയത്. പിന്നെ ഇതിലും കൂടെ കുക്കിംഗ് ഇൻക്ലൂഡ് ചെയ്താൽ പിന്നെ ഞാൻ ചിലപ്പോൾ കുക്കിംഗ് മാത്രമായിട്ട് കുക്കിങ്ങിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോകും. കാരണം പെട്ടെന്ന് എൻ്റെ ഡൈവേർട്ട് ആവുന്ന തലയായതുകൊണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ രണ്ടും കൂടെ രണ്ട് ചാനലിലെ രണ്ടും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ട് അങ്ങനെ പൊയ്ക്കോളും. സോ അതാണ് അതിൻ്റെ പിന്നിലുള്ള സംഭവം. ആൻഡ് ഇഷ്ടദൈവം ശ്രീകൃഷ്ണൻ. ഇഷ്ടദൈവം കൃഷ്ണനാണ്, കണ്ണൻ. ചേച്ചി ഞാൻ കാണുമ്പോൾ തൊട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ചേച്ചി എത്ര കാലമായി ഡാൻസ് പഠിക്കുന്നത്? യെസ്, ഞാൻ എൻ്റെ 4 വയസ്സ് മുതൽ 4.5 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 22 വയസ്സായി. ഈ ടൈം വരെ ഡാൻസ് പഠിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ. കാരണം ഇപ്പം എത്ര വർഷമാണ്? 16 അത്ര വർഷമായല്ലോ. 16, 17, 18, 19, 20. അയ്യോ സോറി, ഞാൻ കണക്കിൽ ഭയങ്കര ബാക്കോട്ടാട്ടോ. അപ്പോൾ ഇത്രയും വർഷങ്ങളായല്ലോ. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഡാൻസിൽ നന്നായിട്ട് അറിവുള്ളവർ അല്ലെങ്കിൽ വലിയ ഡാൻസേഴ്സൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത്ര ഇയേഴ്സ് ആയെന്ന് പറയുമ്പോൾ അവർക്കതൊരു നോർമൽ തിങ് ആണ്, വലിയ ഓക്കെ എന്നല്ലേ. പക്ഷേ ഈ ഡാൻസ് പഠിക്കാത്തവർ അല്ലെങ്കിൽ ഡാൻസിനോട് ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുമ്പം എത്ര ഇയേഴ്സായി, നമ്മളിപ്പോൾ ഒരു 17 ഇയേഴ്സ് ആയി എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ഭയങ്കര 17 ഇയേഴ്സോ അങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ അപ്പോൾ ഇത്രയും വർഷം ഡാൻസ് പഠിച്ച് ചിലർ ചോദിക്കും തീർന്നില്ല. അപ്പോൾ ഈ ഡാൻസ് പഠിക്കുക എന്നുള്ള സംഭവം എൻ്റെ എന്താ വെച്ചാൽ ഇത് ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഒരിക്കലും നമുക്ക് ലൈഫ് ലോങ് നമുക്ക് എത്രത്തോളം കാലം ആരോഗ്യം ഉണ്ടോ, അതിനോട് ഇഷ്ടമുണ്ടോ, അത്രയും കാലം നമ്മൾ ഇരുന്നാലും നമുക്ക് ഒരിക്കലും ഡാൻസ് പഠിച്ച് തീരാൻ പറ്റുന്നില്ല. ചില കുട്ടികൾ അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, ചേച്ചി ഞാൻ മോഹിനിയാട്ടം പഠിച്ചു കഴിഞ്ഞു, ഇപ്പം കുച്ചിപ്പുടി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനൊരു സംഭവം ഇല്ല. ലൈക്ക് ഇപ്പം പെർട്ടിക്കുലർ ഒരു ഡാൻസ് ഫോം, ഇപ്പം ഭരതനാട്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭരതനാട്യം പഠിച്ച് തീരുക എന്നുള്ള സംഭവം ഇല്ല. അതിൻ്റെ ബേസിക്സും മാർഗം അതൊക്കെ ഇപ്പം മാർഗം അല്ലെങ്കിൽ അവർക്ക് അരങ്ങേറ്റം ചെയ്യാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ കച്ചേരി ചെയ്യാനുള്ള മാർഗം എന്ന് വെച്ചാൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ഡാൻസ് പഠിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവും. അല്ലാത്തവർക്കെന്ന് വെച്ചാൽ അരങ്ങേറ്റം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അരങ്ങേറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഡാൻസ് അഭ്യസിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് കാലം കഴിയുമ്പം ആദ്യമായിട്ട് നമ്മൾ ചിലങ്കയൊക്കെ കെട്ടി പഠിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള കുറച്ച് ഐറ്റംസ്, അതിൽ ഇന്ന ഐറ്റംസ് ചെയ്യണമെന്നുണ്ട്. അതിനെയാണ് മാർഗം എന്ന് പറയാം. അപ്പം ആ ഒരു സംഭവങ്ങൾ പഠിച്ച് അത് വർണ്ണം പദം തില്ലാനാന്ന് വരെ പഠിച്ച് കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞു. ഭരതനാട്യം ഓക്കെ അരങ്ങേറ്റത്തോടെ അല്ലെങ്കിൽ കച്ചേരി ചെയ്തതിനോടെ ഭരതനാട്യം ഞാൻ പഠിച്ചു എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ള കുട്ടികളും പാരൻസും ഉണ്ട്. ബട്ട് അവരോട് ഞാൻ പറയാണ്, ഒരിക്കലും ഇത് തീരുന്നില്ല. ഭരതനാട്യം ആയാലും മോഹിനിയാട്ടം ആയാലും ഏതൊരു ഡാൻസ് ഫോം എടുത്താലും അതൊരിക്കലും തീരുന്നില്ല. എത്രത്തോളം നമുക്ക് പഠിക്കാം, ഓരോ ദിവസവും നമ്മൾക്ക് ഓരോന്നും നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അത് പുതിയ ഐറ്റം ആയിക്കോട്ടെ, എടുത്തു നോക്കിക്കോ, എത്രത്തോളം ഐറ്റം ഉണ്ട്, എത്രത്തോളം കോമ്പോസിഷൻസ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുകയല്ലേ. സോ അതാണ്, തീരാൻ പോകുന്നില്ല. സോ ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സമയത്ത് എനിക്ക് തന്നെ ആ എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇത്രയും കാലം ഡാൻസ് പഠിച്ചോ അപ്പോൾ തീർന്നിട്ടില്ല. അല്ലെങ്കിൽ BA ചെയ്യുന്ന സമയത്ത് അതിൽ എന്താ പഠിക്കാനുണ്ടാവുക, ഡാൻസ് ചെയ്യാൻ മാത്രമല്ല, ഒരിക്കലും അല്ല. BA അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ഇപ്പം ഏതെങ്കിലും ഒരു ആർട്സ് BA ഇൻ മ്യൂസിക് ആവട്ടെ, BA ഇൻ ഡാൻസ് ഫോംസ് ലൈക്ക് ഭരതനാട്യം, കുച്ചിപ്പുടി എന്തോ ആവട്ടെ, അതിൽ ഡാൻസ് മാത്രം ചെയ്യാമെന്നാണ് അധികം ആൾക്കാരും വിചാരിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല. ഡാൻസിന് തന്നെ ഒരുപാട് തിയറീസ് ഉണ്ട്, അതിൻ്റെ ഹിസ്റ്ററീസ് ഉണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ BA ഇൻ ആർട്ട് ഫോംസ് എടുത്താലോ ഒന്നും ചെയ്യണ്ടല്ലോ, കളിക്കാൻ മാത്രമല്ലേ വേണ്ടൂ എന്ന് വിചാരിക്കണവർ ആ ചിന്ത മാറ്റിക്കോ. അങ്ങനെയല്ല, അതിലും പഠിക്കാനുണ്ട് ഒരുപാട്. വെറൈറ്റി ഡ്രീംസ് ഉണ്ടോ? ഉണ്ട്. വെറൈറ്റി ഡ്രീംസ് ഉണ്ട് ചോദിച്ചാൽ ഉണ്ട്. ഇത് ഞാൻ ലൈക്ക് എന്നെ അറിയാവുന്നവർക്ക് അറിയാം എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ആഗ്രഹങ്ങൾ എന്താണെന്ന്. സോ ഇത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു. ആരാ ചോദിച്ചത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയാണ്, എനിക്കുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങൾ.
ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതിപ്പോ ഒന്നല്ല കേട്ടോ, പണ്ട് മുതൽക്കേ, ചെറുപ്പം മുതലുണ്ടോന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല, പക്ഷെ ഒരു ടൈം മുതൽ എനിക്കുണ്ട്. എന്താന്ന് വെച്ചാല് എന്നെ കാണാണ്ടാവണം എന്നുവെച്ചാൽ എവിടെങ്കിലും പോയിട്ട്, അത് വിത്ത് ഫാമിലി എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്നെ മിസ്സാവണം. അതും ജസ്റ്റ് ഒരു 5-10 അല്ലെങ്കിൽ അരമണിക്കൂറിലേക്ക് മിസ്സായി എന്നെ കാണാം, അങ്ങനെയല്ല. ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ ഒരു 2, പക്ഷെ എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല കേട്ടോ, ഞാൻ സേഫ് ആയിരിക്കണം. 2-3 ദിവസത്തേക്കൊക്കെ എന്നെ മിസ്സായി, എല്ലാവരും ഭയങ്കര പാനിക്കായി, അന്വേഷിച്ച് പോലീസിലൊക്കെ അറിയിച്ച് ഭയങ്കര സെർച്ചിങ് ഒക്കെ നടന്നിട്ട് ലാസ്റ്റ് എന്നെ കിട്ടണം. ആ ഒരു സംഭവം എനിക്ക് ആഗ്രഹമാണ്. പിന്നെയുള്ളൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആംബുലൻസിൽ പോകണം. ആംബുലൻസിൽ ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് പോകണമെന്നല്ല, ആംബുലൻസിൽ കിടന്നിട്ട് ആംബുലൻസിൽ കയറണം എന്നുള്ളൊരിതുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, കേൾക്കുമ്പോൾ വെറൈറ്റിയാണ്. ബോയ് ആയാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാൽ മുന്നേ ഉള്ള സമയത്തൊന്നും ഈ വലിയ ഈ പീരിയഡ്സ് ടൈമിലൊക്കെ എനിക്ക് മുന്നേ ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര, ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതിനൊരു വേദനയില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തെ. പിന്നെ ഇപ്പം കുറച്ച് കാലമായിട്ട് വന്ന് ഇങ്ങനെ ചത്ത് കിടക്കുന്ന അവസ്ഥയാണ്. സോ ആ സമയത്ത്, അതായത് ഒന്നിനും പറ്റാതെ ഇങ്ങനെ അയ്യോ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് എനിക്ക് കുറേ വട്ടം ഇപ്പം തോന്നിയിട്ടുണ്ട്, പണ്ടാരൊരാണായി ജനിച്ചാൽ മതിയായിരുന്നു, ഒന്ന് ഈ കുഴപ്പക്കട്ടൊന്നും ഇല്ലല്ലോ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അതല്ലാതെയും ആസ് എ ഗേൾ ലൈഫിൽ ചില സിറ്റുവേഷൻ, ചില മൊമെൻറ്റ്സ് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ചില മൊമെൻറ്റ്സിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു ബോയ് ആയിരുന്നു എങ്കിൽ. ബോയ്സിൻ്റെ ലൈഫ് ഈസിയാണ് അങ്ങനെയല്ല കേട്ടോ പറയുന്നത്, ബോയ്സിനും ഉണ്ട് ബോയ്സിൻ്റെതായ പ്രശ്നങ്ങളും റെസ്പോൺസിബിലിറ്റീസും അങ്ങനെയൊക്കെ. ബട്ട് എന്തോ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ എൻ്റെ കുറച്ച് കളിയും എല്ലാം കാണുമ്പം മറ്റേ ഡയലോഗില്ലേ, നീ ആണാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതേപോലെ എൻ്റെ വീട്ടുകാർക്കും തോന്നിയിട്ടൊക്കെ ഉണ്ട്, എന്തോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റിലാണ് ഞാൻ പെണ്ണായി പോയതൊന്നും പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. അപ്പം തോന്നിയിട്ടുണ്ട്. അടുത്തത്, ലൈഫിൽ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യും? ലൈഫിൽ ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞുതരാം. ലൈഫിൽ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ. അതറിയാമെങ്കിൽ അല്ല ശരിയാട്ടോ, ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുള്ള ആൾക്കാർക്കെല്ലാം പ്രശ്നങ്ങൾ വരുമ്പം ആ സമയത്ത് വലിയ അങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞ് കുറേ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് വിടാൻ എന്നെ കൊണ്ട് പറ്റും. ബട്ട് അതേ സ്ഥാനത്ത് എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ തീർന്നു. ഞാൻ ആ പറഞ്ഞു കൊടുത്ത ഞാനേ ആയിരിക്കൂല എനിക്കൊരു പ്രശ്നം വന്ന് നിൽക്കുന്ന സമയത്ത്. കാരണം അതിനെ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് സങ്കടം പിന്നെ ദേഷ്യം വന്ന് മീൻസ് അവസ്ഥയാണ്. ലാസ്റ്റ് പിന്നെ കിടന്നുറങ്ങി തീർക്കുക, അല്ലെങ്കിൽ കരഞ്ഞ് തീർക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും മെക്കിട്ട് കയറി തീർക്കുക. അതല്ലാതെ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളൊന്നും എനിക്ക് ലൈക്ക് അഡ്വൈസ്, കാരണം ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ അഡ്വൈസ്, കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളൊരാൾക്ക് അതിനെക്കുറിച്ചുള്ള അഡ്വൈസ് കൊടുക്കാൻ പാടില്ല. അപ്പം ഞാൻ ഇത്ര കാലം ചെയ്തത് തെറ്റാണ്. എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ട് അടിച്ച് കയറ്റി കൊടുത്തിട്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ അടിച്ച് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അതേ ആൾക്കാരെ വന്ന് ചോദിക്കും ഇതാണോ ഇതേ സംഭവം തന്നെ തിരിച്ച്. അപ്പം ആ സമയത്ത് അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ചോദിക്കും, ലൈഫിൽ എത്രയോ പ്രശ്നങ്ങളുള്ള വേറെ എത്ര ആൾക്കാരുണ്ട്, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതൊന്നും ചിന്തിക്കൂലല്ലോ. ഞാനും അത്ര ചെയ്യുന്നില്ല. എനിക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ഒരാളുടെ പ്രശ്നം ചിന്തിക്കാൻ പറ്റില്ല, അയ്യോ ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ, അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ പ്രശ്നം അപ്പം എനിക്ക് ഭയങ്കര വലുതാണ്. എനിക്ക് കരഞ്ഞ് ലാസ്റ്റ് ഈ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബിരിയാണി. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ബിരിയാണി കിട്ടിയാൽ സെറ്റാവും എന്നുവെച്ചാൽ അങ്ങനെയാണ്. എനിക്കറിയൂല ഇതെങ്ങനെയാണ് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്നൊന്നും അറിയൂല. എനിക്ക് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും പോയി എന്തെങ്കിലും ഒരു ഭയങ്കര വിഷമമായിരിക്കും, ആ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ എനിക്ക് ബിരിയാണി വേണം എന്നിങ്ങനെ പറയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ ടൈപ്പാണ്. കാരണം എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ എന്ന് വെച്ചാൽ എല്ലാ സമയത്തും ബിരിയാണി ചോദിക്കുക അങ്ങനെയല്ല,
ബട്ട് ഒന്ന് കരഞ്ഞെല്ലാം സെറ്റായി എന്നിട്ട് ഈ കരഞ്ഞിട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓളത്തിൽ നിൽക്കൂലേ, ആ സമയത്ത് ഇങ്ങനെ തോന്നും ബിരിയാണി. പിന്നെ സങ്കടം വന്നാലും ബിരിയാണി, സന്തോഷം വന്നാലും ബിരിയാണി, മീൻസ് എല്ലാ സമയത്തും ബിരിയാണി. അതാണ് സംഭവം. യെസ്, അഡ്വൈസ് ഉണ്ട്. ലൈഫിൽ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യുന്നു ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് ബിരിയാണി തിന്ന് തീർക്കുക, അല്ലെങ്കിൽ ഉറങ്ങി തീർക്കുക, അത്രേ ഉള്ളൂ. ഹാവ് യു എവർ ഗോട്ട് ചീറ്റഡ് ബൈ പീപ്പിൾ? ഓഫ് കോഴ്സ് യെസ്, ഓഫ് കോഴ്സ് ഉണ്ട് കേട്ടോ. കാരണം എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പണ്ട് മുതൽക്കേ ഞാൻ എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും, പെട്ടെന്ന് കമ്പനി ആവും. ഇതുവരെ ഓക്കെ, ഇതുവരെ നല്ലതാണ്, മീൻസ് എല്ലാവരുമായിട്ടും അങ്ങനെ. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, കണ്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ 100% ട്രസ്റ്റ് അവിടെ വെക്കും. എന്നുവെച്ചാൽ പെട്ടെന്ന് ഞാൻ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും, ഓക്കെ. പക്ഷെ പണ്ട് മുതൽക്ക് എനിക്ക് ഇതിന് കട്ടപ്പണികൾ എനിക്ക് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാവരും അങ്ങോട്ട് വിശ്വസിച്ച്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആവശ്യത്തിനപ്പുറത്ത് നമ്മൾ വിശ്വസിച്ചിട്ട് ലാസ്റ്റ് ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും അതായത് എന്നെ പോലെയുള്ള ആൾക്കാരുടെ പ്രശ്നം അതാണ്, എന്നാലും പഠിക്കൂല. പുതിയത് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവുമ്പോൾ ഇതങ്ങനെ ആയിരിക്കൂല, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കൂല എന്ന് വിചാരിച്ചിട്ട് അഗെയിൻ അവിടെ ഭയങ്കരമായി നിൽക്കും, അഗെയിനും അങ്ങനെ ഇരിക്കേണ്ടി വരും ലാസ്റ്റ്. സോ അങ്ങനത്തെ ഒരു പണ്ട് തൊട്ടേ എല്ലാവരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, നിൻ്റെ പോസിറ്റീവും നെഗറ്റീവും, മീൻസ് പോസിറ്റീവ് ക്വാളിറ്റിയും നെഗറ്റീവ് ക്വാളിറ്റിയും ഒന്ന് തന്നെയാണ്. നിൻ്റെ പോസിറ്റീവ് എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിങ്കിളായി, എല്ലാവരെയും മീൻസ് കയ്യിലെടുത്ത് വർത്താനം പറയാൻ അങ്ങനെയുള്ളൊരു ഇതാണ് പോസിറ്റീവ്. അതേ സംഭവം തന്നെയാണ് നിൻ്റെ നെഗറ്റീവ് എന്ന് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം സത്യമാണ്, എത്ര കിട്ടിയാലും പഠിക്കില്ല, ഇപ്പോഴും പഠിച്ചിട്ടൊന്നുമില്ല. സോ അതുവഴി തന്നെ കുറേ പേര് നന്നായിട്ട് പണിച്ച് തേച്ച് പോയിട്ടൊക്കെ ഉണ്ട്. പോസിറ്റീവ് ക്വാളിറ്റീസ് ആൻഡ് നെഗറ്റീവ് ക്വാളിറ്റി സെയിം തന്നെയാണ്. ഞാൻ ഇപ്പോൾ അല്ലല്ല വേറെ ഉണ്ട് കേട്ടോ. ഇത് ഇപ്പം ആൾക്കാർ പറഞ്ഞിട്ടും സിറ്റുവേഷൻസ് കൊണ്ടും എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം പറഞ്ഞ ഈ നെഗറ്റീവ് ക്വാളിറ്റി. ലൈക്ക് സിറ്റുവേഷൻസ് ആൻഡ് പീപ്പിൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ഈ ട്രസ്റ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എല്ലാവരും കയറി അങ്ങോട്ട് മിണ്ടുന്ന പോലെ തന്നെ എല്ലാവരും കയറി അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല, എല്ലാവരും ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് സിറ്റുവേഷൻസ് ആൻഡ് പീപ്പിളാണ് പഠിപ്പിച്ചത്. പക്ഷെ അതല്ലാതെ എനിക്ക് സ്വയം തോന്നിയിട്ടുള്ള, അല്ലെങ്കിൽ തോന്നിയിട്ടില്ലെന്നല്ല, എനിക്കറിയാവുന്ന, ഞാൻ ഒരുപാട് മാറ്റാൻ ശ്രമിക്കുന്ന നെഗറ്റീവ് ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ദേഷ്യം തന്നെയാണ്. കാരണം എന്താ പറയുക, ചെറിയ കാര്യം മതി ലൈക്ക് ചിരിക്കാനും എൻജോയ് ആവാൻ, അല്ലെങ്കിൽ സന്തോഷിക്കാൻ ചെറിയ കാര്യം മതി. അതേപോലെ തന്നെ എനിക്ക് സങ്കടമാവാൻ, മനസ്സിൽ ശരിക്കും എനിക്ക് ഒരാളോട് ഇന്ന അവൻ എനിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇന്ന ആളെനിക്ക് ഇഷ്ടമല്ല, അവനോട് ദേഷ്യമാണ്, അങ്ങനത്തെ ആ ഒരു കൈൻഡ് ഓഫ് ദേഷ്യം എനിക്ക് ഇന്നേ വരെ ഒരാളോടും തോന്നിയിട്ടില്ല. അതല്ല എൻ്റെ ദേഷ്യം. എൻ്റെ ദേഷ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും എനിക്ക് കിട്ടി, ആരെങ്കിലും എന്നെ സങ്കടപ്പെടുത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായി, ആ സങ്കടത്തിനെ എനിക്ക് തോന്നുന്നു കരഞ്ഞ്, അല്ലെങ്കിൽ അത് എങ്ങനെ എൻ്റെ സങ്കടം ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് ദേഷ്യത്തിലൂടെയാണ്. അത്രയും ഹേർട്ടായിട്ടുള്ള സങ്കടം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്കൊക്കെ കഷ്ടകാലമാണ്. അതാരെന്ന് നോക്കൂല, എന്നുവെച്ചാൽ ആരെന്ന് നോക്കൂല. ഞാനിപ്പം മുന്നേയൊക്കെ പിന്നെയും കുറച്ച് വീട്ടിൽ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തൊക്കെ ദേഷ്യപ്പെടാറുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എന്ന് വെച്ചിട്ട് റോട്ടിൽ കൂടെ പോണവരോട് ഞാൻ തല്ലി കയറി പോകുന്നു അങ്ങനെയല്ല കേട്ടോ. അതായത് എനിക്ക് എൻ്റെ ആൾക്കാരുടെ അടുത്ത് എനിക്കറിയാം സംഭവം ഇതെൻ്റെ ആൾക്കാരാണ്, എന്നെ അറിയാമെന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതും ശരിയാണ്, നമ്മുടെ ആൾക്കാരാണ്, നമ്മൾ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അവരുടെ അടുത്തും മെക്കിട്ട് കയറുന്നത് മീൻസ് അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവുള്ളൂ, അത് ശരിയാണ്. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടാവണ സമയത്ത് ഏതാന്ന് ചിന്തിക്കാതെ ഞാൻ പറയുകയും ഹാർഷായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യും. അപ്പുറത്തുള്ള ആൾക്ക് എങ്ങനെ അത് കിട്ടുന്നു ഒന്നും ആലോചിക്കില്ല. ദേഷ്യം വന്നാൽ പിന്നെ ഞാൻ പറയുന്നത് എന്താണോ അതാണോ അവിടെ. പിന്നെ ഇങ്ങോട്ട് ആരും ഒന്നും പറയും വേണ്ട, ഒന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് സങ്കടമാണ്, ഞാൻ ദേഷ്യപ്പെട്ടെന്നെ തീർക്കും. അത് ഭയങ്കര നെഗറ്റീവ് ക്വാളിറ്റിയാണ്, എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അത് ആർക്കും വലിയ നോക്ക് അവളുടെ ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ ആരും പ്രേസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഒന്നല്ല.
പിന്നെ ഞാനത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതോറും അതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് അത് കൂടിക്കൂടി വരുന്നതല്ലാതെ എനിക്ക് അറിഞ്ഞൂടെ. ഇനി അത് അറിയുന്ന ടിപ്സ് എന്തെങ്കിലും മറ്റേ കുറേ നേരം ദേഷ്യം വരുമ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുക, 1 മുതൽ 10 വരെ എണ്ണ, ഈ വക സാധനങ്ങളൊക്കെ ഞാൻ കുറേ ട്രൈ ചെയ്ത് ഫ്ലോപ്പ് ആയതാണ്. അതല്ലാതെ പുതിയ എന്തെങ്കിലും അഡ്വൈസസ് ആൻഡ് ടിപ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരൂ. എനിക്കിപ്പോൾ ആരെങ്കിലും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ജെനുവിനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ട് അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഫാമിലിയിലുള്ള ആൾക്കാർ, എനിക്ക് മനസ്സുകൊണ്ട് ഒരാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് സ്നേഹമാണ് എന്നാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ അത് വിട്ടുകൊടുക്കില്ല. എന്നുവെച്ചാൽ എന്തൊക്കെ അവിടെ സംഭവിച്ചാലും ദേഷ്യവും അടിപിടിയും എല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ അവിടെ നിൽക്കും. എന്നുവെച്ചാൽ എന്നിട്ട് പിന്നെയും ലൈക്ക് അവരെ എന്തൊക്കെ സംഭവിച്ചാലും പിന്നെയും സ്നേഹിക്കാൻ എന്നുള്ളൊരു കഴിവ് എന്നല്ല, അങ്ങനെയാണ് ഞാൻ പൊതുവെ. അതൊരു പോസിറ്റീവ് ക്വാളിറ്റി ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഇങ്ങനെ പണ്ടോരടക്കി കരയിപ്പിച്ചിട്ടുള്ളവരെ പോലും ഞാൻ പിന്നെയും അവരെ പിന്നാലെ പോയി, അല്ലെങ്കിൽ പിന്നാലെ പോയി എന്നുള്ളതല്ല, പിന്നാലെ പോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. എന്നാലും അത് മറക്കൂല കേട്ടോ. എപ്പം എല്ലാ ബാഡ് മെമ്മറീസും ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണ് ഞാൻ. മറന്നിട്ടതൊന്നും പറയാൻ പറ്റൂല, അത് ഉള്ളിലുണ്ട്. എന്നുവെച്ചിട്ട് അവരോട് പിന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നീ ഇങ്ങനെ കാണിച്ചില്ല, ഇങ്ങനെ കാണിച്ചില്ല എന്ന് അങ്ങനെയുള്ളതില്ല. എന്നാലും അവരെ ഇങ്ങനെ വെച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റും. അതിൽ ഞാൻ സൂപ്പറാണ്. ചില ആൾക്കാരും കിട്ടും അത് മുതലെടുക്കുന്നേ. എൻ്റെ ആ സ്വഭാവം അറിഞ്ഞും കൊണ്ട് എന്നെ മുതലെടുക്കണ കുറച്ച് ടീംസ് ഉണ്ട്. മനസ്സിലാവും ഞാനിപ്പോൾ ഇത് പറയുന്ന കേൾക്കുമ്പം അങ്ങനെയുള്ളവർക്ക്. അപ്പം അത്രയ്ക്കെന്നല്ല, ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ വീഡിയോ കുറേ ലോങ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കി ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മീൻസ് ഇപ്പം തന്നെ ചെയ്യും, പക്ഷെ അത് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യും ഞാൻ. അപ്പോൾ അതുകൂടെ എല്ലാവരും കാണുക, അതിന് വെയിറ്റ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.